ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു 14 വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കരിയറിലുണ്ടായ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു C-ലെവൽ എക്സിക്യൂട്ടീവ്സ് അവരെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനാലിസിസിൽ അവിടുത്തെ ഒരു C-ലെവൽ എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഗോൾസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിലൊരു പോർഷനായിരുന്നു നമ്മൾ ഒരു ഗൂഗിൾ മാപ്പിൽ അവരുടെ ഹോർഡിങ്സ്, കേരളത്തിലുള്ള അവരുടെ ഓരോ സ്പോർട്സിലുള്ള ഹോർഡിങ്സ് ലിസ്റ്റ് ചെയ്യുക. അതേപോലെ ഒരു മാർക്കർ ഉണ്ടാവും. ആ മാർക്കറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോർഡിങ്സ് എപ്പോഴൊക്കെയാണ് ചേഞ്ച് ചെയ്തത്, അതേപോലെ അതിൻ്റെ ഓഡിറ്റിംഗ് എപ്പോഴൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോഴാണ് അതിൻ്റെ C-ലെവൽ എക്സിക്യൂട്ടീവ് നമ്മളെടുത്ത് ചോദിക്കുന്നത്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എത്ര ആൾക്കാർ ഈ ഒരു ഹോർഡിംഗ് കണ്ടു എന്നുള്ളതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തരാൻ പറ്റും. പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കാം, അവിടുന്ന് ഒരു ക്യാമറ കൊണ്ട് വെച്ചു, അതിന് AI വെച്ചിട്ട് അതിൽ എത്ര ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആ ലെവലിലായിരുന്നു എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് എൻ്റെ ഒരു കോസ്റ്റ് വയബിലിറ്റി നോക്കിയപ്പം എനിക്ക് തോന്നി അത് വയബിൾ അല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എനിക്ക് വീണ്ടും ഒരു ടിപ്പ് കൂടി തന്നു. നമ്മുടെയൊക്കെ സ്റ്റോറുകളിൽ വരുന്ന ആളുകളുടെ ലിസ്റ്റ് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ അല്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് കത്തിയത്, ഗൂഗിൾ മാപ്പിൻ്റെ API ഉപയോഗിച്ചിട്ട് ട്രാഫിക്കിൻ്റെ വോളിയം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വോളിയം നമുക്ക് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാറ്റ ഇങ്ങനെ ഓരോ ഹോർഡിങ്സും ആ ഒരു ഹോർഡിങ്സിൻ്റെ ലൊക്കേഷനിലുള്ള ട്രാഫിക്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഹിന്റ് തരും. അപ്പോൾ ഇങ്ങനത്തെ അഡ്വാൻസ് ആയിട്ട് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പനിയെ ഗ്രോ ചെയ്യിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന C-ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ് എപ്പോഴും ഒരു കമ്പനിയുടെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.